ഷാർജ പുസ്തകോത്സവം സമാപിച്ചു. 12 ദിവസം നീണ്ടുനിന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ 112 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരാണ് പങ്കെടുത്തത്. നിരവധി മലയാള പുസ്തകങ്ങളും ഇക്കുറി പ്രകാശനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ പുസ്തകോത്സവങ്ങളിൽ ഒന്നാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള. സാഹിത്യപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ച് ഷാർജ പുസ്തകോത്സവം സമാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയെന്ന ഖ്യാതിയോടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 43ാമത് പതിപ്പിന് തിരശീല വീണു. ഷാർജ ബുക്ക് അതോറിറ്റി ഒരുക്കിയ പുസ്തകമേള ഇത്തവണയും സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുറിച്ചാണ് സമാപിച്ചത്. ഇന്ത്യയുൾപ്പെടെ 112 രാജ്യങ്ങളിൽ നിന്നുള്ള 2500ഓളം പ്രസാധകർ മേളയിൽ സംബന്ധിച്ചു. വിവിധ തലക്കെട്ടുകളിലായി കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും 50ഓളം പ്രസാധകർ മേളയിൽ പങ്കെടുത്തു. മലയാളത്തിന്റെ സജീവ സാന്നിധ്യം ഇത്തവണത്തെ പുസ്തകോത്സവത്തിലും ഉണ്ടായിരുന്നു. പ്രശസ്തരായ എഴുത്തുകാരും സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും മേളയിൽ സംബന്ധിക്കാനായി എത്തി. ഇവിടുത്തെ UAE മലയാളികളെ സംബന്ധിച്ച് അബുദാബിയിൽ നിന്നുള്ളവരും റാസൽ ഗെയിമിൽ നിന്നുള്ളവരൊക്കെ വന്ന് കൂടി കാണുന്ന, ഒരു വർഷത്തിലൊരിക്കൽ കാണുന്നതാണ്. അത് മാത്രമല്ല പുതിയ ഇപ്പോൾ പുതുതായി വരുന്ന ആളുകൾ UAEയിലേക്ക് ഒരുപാട് പേര് പുതുതായി വരുന്നുണ്ട്. ആ ആളുകളൊക്കെ സത്യത്തിൽ അമ്പരക്കാണ്, ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണോ. കാരണം ഇങ്ങനെ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം പുറം രാജ്യത്ത് പോയിട്ട് മലയാളികൾ മാത്രം ഒരു ഹോള് നിറച്ച് മലയാളം പുസ്തകങ്ങൾ, അതിൽ രാഷ്ട്രീയനും എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സാംസ്കാരിക എല്ലാ മതസംഘടനകളും എല്ലാവരുടെയും പുസ്തകങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ വിഷമത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ അവസാന ദിവസം എന്നുള്ളത്. പുതിയ എഴുത്തുകാരുടേതുൾപ്പെടെ 100 കണക്കിന് പുസ്തകങ്ങൾ ഇത്തവണയും പ്രകാശനം ചെയ്യപ്പെട്ടു. ഇനി ഒരു വർഷം നീളുന്ന കാത്തിരിപ്പാണ് അക്ഷരസുഗന്ധം പകരുന്ന മറ്റൊരു പുസ്തകമേളയ്ക്കായി. ഷാർജ പുസ്തകോത്സവ നഗരിയിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.